ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുബൂസ് റെഡിയാക്കാം. അതിന് വേണ്ടി 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഇളം ചൂടുവെള്ളവും ഇതാക്കിയിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊന്തി വരും. ആവുന്നപ്പോഴേക്ക് ഒരു ബൗൾ എടുത്തിട്ട് 1.5 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് RKGയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊന്താൻ വേണ്ടി മാറ്റി വെച്ച് ഈസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് പൊന്തിക്കുണ്ടാവും. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇളം പാലുണ്ടാവുമല്ലോ, ഇളം ചൂടുള്ള പാല്, അത് ഇതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചിട്ട് എടുക്കണം. ഇതൊരു ചപ്പാത്തീൻ്റെ പൂരിൻ്റെ ഒക്കെ മാവ് പോലെ അല്ല കേട്ടോ, അതിനെ കാട്ടി കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഇത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ രീതിക്ക് ഒന്നൊന്ന് സോഫ്റ്റായിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുഴച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 1-2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ, നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട്. പക്ഷെ ഞാൻ 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളൂ, എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ടൈമിൽ നല്ലോണം വേഗം പൊന്തി വരും, അതുകൊണ്ട് അധികം വെക്കേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു 500 ഗ്രാം റോസ്റ്റഡ് പീസ് ചിക്കൻ എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി നല്ല പോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതെടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചപ്പാത്തിനെ കാട്ടി കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഓരോ ഉരുട്ടകളാക്കിയിട്ട് വെക്കണം. എന്നിട്ട് അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് RKG ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു ഭാഗം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞിട്ട് ഇരിക്കണം കേട്ടോ. അത് ചിക്കന് അതുപോലെ നല്ലോണം മൊരിച്ചിട്ട് പൊരിച്ചെടുക്കണം. ഇതുപോലെ. എന്നിട്ട് അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് മാറ്റി വെക്കുക. നമ്മൾ പൊടി എടുത്തിട്ട് ഓരോ ഉരുളെടുത്തിട്ട് ഇതുപോലെ ഷേപ്പിലാട്ടോ ഇങ്ങനെ പരുത്തിയെടുക്കേണ്ടത്. ഇതുപോലെ നേരെ ഇങ്ങനെ പരുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇതേപോലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ അധികം പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ലല്ലോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതേപോലെ എല്ലാം ഇതേപോലെ പരുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ട് അതിലത്തെ കുറച്ചൊരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്നൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പരുത്തി വെച്ച പൊടി ഇതിനകത്തേക്ക് ആ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നേരെ ബ്രെഡ് പൊടിയിലേക്ക് ഒന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം മുട്ടയിൽ പിന്നെ ബ്രെഡ് പൊടിയിൽ, എന്നിട്ട് അത് രണ്ടൊന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം അതുപോലെ ആക്കുക. ഫസ്റ്റ് മുട്ടയിൽ പിന്നെ ബ്രെഡ് പൊടിയിൽ, അങ്ങനെ എല്ലാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പൊരിക്കാൻ വേണ്ടി കുറച്ച് അധികം നെയ്യ് എടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇത് ഓരോന്നോരോന്ന് എടുത്തിട്ട് നല്ല പോലെ പൊരിച്ചെടുക്കണം. ഇത് ഇട്ട് 1 മിനിറ്റ് കഴിയുന്നപ്പോഴേക്ക് നല്ല ബോൾ പോലെ പൊന്തി വരും. അന്നിപ്പോൾ പൊന്തിയതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 സെക്കൻഡ് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് രണ്ടാമത്തെ ഭാഗം നല്ലോണം ഒന്ന് ചുവന്ന് വരും. അന്നിപ്പോൾ അതെടുത്ത് കോരി മാറ്റാം. അതേപോലെ എല്ലാം അതുപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം അതുപോലെ അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഒരു തക്കാളി അതിൻ്റെ കുരുക്ക് കളഞ്ഞിട്ട് തക്കാളി മാത്രമായിട്ട് എടുത്തതാട്ടോ. അങ്ങനെ അതും ഒരു അരമുറി തക്കാളി മതി, അതും ഇട്ട് കുറച്ച് ഇതും ക്യാരറ്റും കൂടി ഇട്ടിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മയോണൈസും സോസും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് നിറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. പിന്നെ നമ്മൾ കുബൂസ് പൊരിച്ച് വെച്ചിരിക്കണല്ലോ, അപ്പോൾ ഇങ്ങനെ നടുവേ ഇങ്ങനെ കീറിനിങ്ങൾ കണ്ടില്ലേ, അതേപോലെ നടുവിൽ നിന്ന് ഇങ്ങനെ കീറിയിട്ട് അതിനകത്ത് ആദ്യം മസാല വെച്ച് കൊടുക്കുക. പിന്നെ ആ ചിക്കൻ പൊരിച്ചത് ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി മേലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല മൊഞ്ചുണ്ടാവും മല്ലിച്ചപ്പ്. എല്ലാതും അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണേ. എന്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. ഇത്രയും പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.